ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. എല്ലാവർക്കും അറിയാം, നോർമലി നമ്മളെ ചാനൽ ഫോക്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് നമ്മളെ ചാനൽ സംസാരിക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ ഡേയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു കുട്ടി സ്റ്റോറിയാണ്. നമ്മളെ മനസമാധാനത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്റ്റോറി. ആൻഡ് ഓൾസോ സാധാ സ്റ്റോറി ടെല്ലിംഗ് വീഡിയോസിനെ പോലെ മാത്രമല്ല, ഇതിൻ്റെ എൻഡിൽ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മനസമാധാനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹായ്, ഹലോ, ഐ എം ജുനൈദ് സൈമൻ, ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നിങ്ങളെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. സ്റ്റോറി വരുന്നത് ഒരു വലിയ കൊട്ടാരത്തിലെ രാജാവിൻ്റെ കഥയാണ്. രാജാവ് ഒരു ദിവസം തൻ്റെ മട്ടുപ്പാവയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രാജാവ് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ്. നമ്മളെ ഈ വീഡിയോയിലെ ടോപ്പിക്ക് പോലെ തന്നെ രാജാവിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല പല കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട്, പല പല ചിന്തകളിൽ കുടുങ്ങിക്കൊണ്ട് രാജാവിൻ്റെ മനസ്സമാധാനം പാടെ ഇല്ലാതായിട്ടുണ്ട്. ഈ സമയത്താണ് രാജാവ് ശ്രദ്ധിക്കുന്നത്, തൻ്റെ റൂമിൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഒരു ഭടൻ വളരെ സന്തോഷവാനാണ്, ഭയങ്കര ഹാപ്പിയാണ്. ആൾ ഫുൾ ടൈം ചിരിച്ചും കളിച്ചുമാണുള്ളത്. അപ്പം രാജാവ് ഇങ്ങനെ തൻ്റെ മന്ത്രിയെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്ര ഹാപ്പിനെസ്സിന്, അദ്ദേഹം എങ്ങനെയാണ് മനസ്സമാധാനത്തോടു കൂടി ആ ചെറിയ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ സമയത്ത് മന്ത്രി പറയുകയാണത്, അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ രാജാവിനോട് പറയാണ്, ഒരു സഞ്ചിയിൽ 99 നാണയങ്ങൾ ഇട്ടിട്ട് അത് നല്ല പോലെ കെട്ടിയിട്ട് അതിന് പുറത്ത് എഴുതി വെക്കുക, ഈ 100 നാണയങ്ങൾ നിനക്ക് രാജാവിൻ്റെ വകയുള്ള സമ്മാനമാണ് എന്നുള്ളത്. അങ്ങനെ ഈ സഞ്ചി എന്ത് ചെയ്യാണ്, ഈ കാവൽക്കാരന് കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ ഇത് വാങ്ങിയ കാവൽക്കാരൻ എന്ത് ചെയ്യാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഭാര്യയോട് പറയുന്നുണ്ട്, എനിക്ക് രാജാവ് 100 സ്വർണ്ണ നാണയങ്ങൾ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഭാര്യയായിട്ട് ഈ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. ശേഷം എന്ത് ചെയ്യാണ്, ആ കിട്ടിയിട്ടുള്ള സ്വർണ്ണ നാണയം കൗണ്ട് ചെയ്യാണ്. അതിങ്ങനെ ഓരോന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് അതിലാകെ 99 എണ്ണമേ ഉള്ളൂ. ഇത് കണ്ട സമയത്ത് ആൾക്കൊരു ഡൗട്ട്, എണ്ണിയത് തെറ്റിയതാണോ, ഒന്നും കൂടി എണ്ണണോ, അങ്ങനെ ഒന്നും കൂടി എണ്ണാണ്. അങ്ങനെ പല ആവർത്തി എണ്ണി അദ്ദേഹം എന്ത് ചെയ്യാണ്, ടെൻഷൻ അടിക്കുകയാണ്. എവിടെ വെച്ചിട്ടാണ് എൻ്റെ ആ ഒരു നാണയം നഷ്ടപ്പെട്ടത് എന്ന് ആലോചിച്ച് എന്ത് ചെയ്യാണ്, അദ്ദേഹം തിരിച്ച് രാത്രി ആ കൊട്ടാരത്തിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് വന്ന മുഴുവൻ വഴിയും തിരിച്ച് നടന്ന് അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്, എവിടെയാണ് ആ ഒരു സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടത് എന്ന്. അങ്ങനെ അന്ന് മുഴുവൻ തിരഞ്ഞു, കിട്ടിയിട്ടില്ല. പിറ്റേന്ന് ഉറക്കിൻ്റെ ക്ഷീണവും രാത്രിയിലെ അലച്ചിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം ആ ഭടൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം എന്ത് ചെയ്തിട്ടുണ്ട്, ആകെ വാടിയിട്ടുണ്ട്, ആകെ തളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ട രാജാവ് മന്ത്രിയോട് പറയാണ്, എന്തായിരിക്കും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടാവുക എന്ന്. ആ സമയത്ത് മന്ത്രി പറയാണ്, അവന് കിട്ടിയിട്ടുള്ള 99 നാണയങ്ങളിലേക്ക് അവൻ ഫോക്കസ് ചെയ്തില്ല, അവന് നഷ്ടപ്പെട്ട ഒന്നിലേക്കാണ് അവൻ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സമാധാനം അവിടെ നഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞുകൊണ്ട് മന്ത്രി പറയാണ്, രാജാവേ, അങ്ങേക്ക് ഇത്ര വലിയ കൊട്ടാരവും ഇത്ര വലിയ സാമ്രാജ്യവും ഉണ്ടായിരിക്കെ അങ്ങ് ഫോക്കസ് ചെയ്യുന്നത് ചെറിയ ചെറിയ നഷ്ടങ്ങളിലേക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് എന്ന്. ഇനി നമ്മളെ ലൈഫിലേക്ക് വരാം. നമുക്ക് നമ്മളെ ദൈവം തന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ള, അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയിലുള്ള, അല്ലെങ്കിൽ നമ്മളെ ഹെൽത്തിലുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് എന്താണ് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ചലിക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് നല്ല വീടുണ്ട്, നമുക്ക് നല്ല അന്തരീക്ഷമുണ്ട്, നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. എന്നാൽ ഇതേ സമയത്തും നമ്മളെ വേൾഡിൽ മറ്റുള്ള ഒരുപാട് ഭാഗത്ത് ഇതിനെല്ലാം കഴിയാത്ത ഒരുപാട് ആളുകളുമുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ രാജാവിനെ പോലെ കൊട്ടാരവും എല്ലാ സാമ്രാജ്യവും ഉണ്ടായിട്ട് ഇല്ലാത്തതിലേക്ക് ഫോക്കസ് ചെയ്ത് മനസ്സമാധാനം കളയുന്ന രാജാവിനെ പോലെ തന്നെയാണ് നമ്മൾ ഉള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സമാധാനം ഒരുപാട് വർദ്ധിക്കുമെന്നുള്ളതാണ്. ഇനി ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ടൂള് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളെ ഫോണ് വേണമെങ്കിൽ അതിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പുസ്തകവും പെന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിൽ നിങ്ങളെ ലൈഫിൽ ഓരോ ബ്ലെസ്സിങ്സും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക.
ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് നിങ്ങളൊരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ്. അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നതിനും നിങ്ങളെ ഫാമിലി, നിങ്ങളെ സൊസൈറ്റി, നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങളെ എഡ്യൂക്കേഷൻ, നിങ്ങളെ ജോബ്, ഇങ്ങനെ നിങ്ങളെ ലൈഫിലുള്ള ഓരോ അനുഗ്രഹത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളെ ലൈഫിൽ വലിയൊരു മനസമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നിങ്ങളെ ഫോക്കസ് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഇത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ടൂൾ നിങ്ങൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്കിത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ വന്നിട്ട് വർക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നെക്സ്റ്റ് ഒരു മെൻ്റൽ ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.